കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിൽ കർത്താവിൻ്റെ മക്കളാകും നമുക്ക് ഒരുമിച്ച് പല രാജ്യങ്ങളിലിരുന്നു കൊണ്ട് ഒരുമിച്ച് കർത്താവിൻ്റെ ശരീരം എന്ന ദൈവ രഹസ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ദൈവമർമ്മത്തിൻ്റെ ഭാഗങ്ങളായി നമുക്കൊരുമിച്ച് ഇത്രയും സമയം അന്യഭാഷി പ്രാർത്ഥിപ്പാനായിട്ട് കർത്താവ് കൃപ നൽകിയല്ലോ. ഇന്നലെ രാവിലെ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ മിഡിൽ ഈസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. മിഡിൽ ഈസ്റ്റുള്ള രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. വളരെ കലുഷിതമായ സാഹചര്യങ്ങളിലൂടെയായിരുന്നു ആ രാജ്യങ്ങൾ കടന്നു പോകുന്നുണ്ടായിരുന്നത്. വെല്ലുവിളികളൊക്കെ പുറത്തു വരാൻ തുടങ്ങി. ഭീകരമായ അനുഭവങ്ങൾ ഉണ്ടാകാമായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് പെട്ടെന്ന് രാജ്യങ്ങളുടെ ഭരണാധികാരിയുടെ അകത്ത് കൊടുത്ത മാറ്റങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വലിയ വേദനകളും ഭാരങ്ങളിലേക്കൊക്കെ പോകാമായിരുന്ന സംഭവങ്ങളെ കർത്താവ് പെട്ടെന്ന് ദൈവിക ഇടപെടലുകളാൽ ദൈവാത്മാവത്തിരിക്കുന്നു ഓർത്ത് ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ അല്പസമയം കൂടെ പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ സമയത്ത് വേർതിരിക്കാം. ഒരു പ്രാവശ്യം കൂടി എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളുടെ മഹത്വം, പ്രാർത്ഥനകളുടെ പ്രാധാന്യത, പ്രാർത്ഥനകളുടെ വീര്യം നമ്മൾ അറിയാതെ പോകരുത്. ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ച് നമുക്കിന്ന് രാവിലെ അതിൻ്റെ മഹിമ തിരിച്ചറിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ആർക്കെങ്കിലും ഒരാൾക്ക് ഈ വാക്യങ്ങൾ വായിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് വായിച്ചാൽ നന്നായിരുന്നു. ലേവ്യ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 22, 23, 24 വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് രാവിലെ വായിക്കുന്നത്. ലേവ്യ പുസ്തകം. പിന്നെ അഹരോൻ ജനത്തിന് നേരെ കൈ ഉയർത്തി അവരെ ആശീർവദിച്ചു. പാപയാഗവും ഹോമയാഗവും സമാധാനയാഗവും അർപ്പിച്ചിട്ട് അവൻ ഇറങ്ങിപ്പോന്നു. അടുത്ത വാക്ക്. മോശയും അഹരോനും സമാഗമന കൂടാരത്തിൽ കടന്നിട്ട് പുറത്തു വന്ന് ജനത്തെ ആശീർവദിച്ചു. അപ്പോൾ യഹോവയുടെ തേജസ് സകല ജനത്തിനും പ്രത്യക്ഷമായി. അപ്പോൾ സകല ജനത്തിനും മോശയും അഹരോനും സമാഗമന കൂടാരത്തിന് അകത്ത് കടന്നിട്ട് പുറത്തു വന്ന് ജനത്തെ ആശീർവദിച്ചു. അപ്പോൾ യഹോവയുടെ തേജസ് സകല ജനത്തിനും പ്രത്യക്ഷമായി. സകല ജനത്തിനും യഹോവയുടെ തേജസ് പ്രത്യക്ഷമായി. ഇവിടെ നിങ്ങൾ പ്രധാനമായി 2 വാക്യങ്ങൾ നിങ്ങളുടെ അകത്ത് കാണുക. പിന്നെ അഹരോൻ ജനത്തിന് നേരെ കൈ ഉയർത്തി അവരെ ആശീർവദിച്ചു. വാക്യം 22. പാപയാഗവും സമാധാനയാഗവും അർപ്പിച്ചിട്ട് അവൻ ഇറങ്ങിപ്പോന്നു. വാക്യം 23. മോശയും അഹരോനും, ഇതിനകത്ത് 24-ാമത്തെ വാക്യം കിട്ടുന്നില്ല. ഓക്കെ. മോശയും അഹരോനും സമാഗമന കൂടാരത്തിൽ കടന്നിട്ട് പുറത്തു വന്ന് ജനത്തെ ആശീർവദിച്ചപ്പോൾ യഹോവയുടെ തേജസ് സകല ജനത്തിന് പ്രത്യക്ഷമായി. ഇതേപോലെ 24-ാമത്തെ വാക്യം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? എനിക്ക് ഇതിനകത്ത് 24-ാമത്തെ വാക്യം വരുന്നില്ല. 9:24 ആരെങ്കിലും ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് വായിക്കാമോ? ആരെങ്കിലും ബൈബിൾ ഉണ്ടോ 24 വായിക്കാനായിട്ട്? ലേവ്യ പുസ്തകം 9:24. യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ടു, യാഗപീഠത്തിന്മേൽ ഉള്ള ഹോമയാഗവും മേധസ്സും ദഹിപ്പിച്ചു. ജനമെല്ലാം അത് കണ്ടപ്പോൾ ആർത്ത് സാഷ്ടാംഗം വീണു. സ്വർഗീയ അഗ്നി, ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ അഗ്നി അവർ കാണുക പ്രത്യക്ഷമായി. അവർ അർപ്പിച്ച യാഗമൃഗങ്ങളെ ദഹിപ്പിക്കുന്നതും അതിൽ നിന്ന് അവരിറങ്ങി വന്ന ജനത്തെ അനുഗ്രഹിക്കുന്നതുമാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത്. ഇവിടെ പൗരോഹിത്യ ശുശ്രൂഷ ദൈവാത്മാവിനാൽ ആരംഭിക്കുക. പരിശുദ്ധാത്മാവിനാൽ പൗരോഹിത്യ ശുശ്രൂഷയുടെ പ്രഥമമായ മേഖലകൾ തുറക്കുകയാണ്. നമ്മൾ ഈ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും സ്പിരിച്വൽ ഗ്രോത്തിനായിട്ടുള്ള, ആത്മീക വളർച്ചയ്ക്കായിട്ടുള്ള വചസ്സുകൾ പറഞ്ഞാണ് നമ്മൾ പ്രാർത്ഥിക്കാറെങ്കിലും ഈ വളർച്ചകൾ, ഈ പ്രാർത്ഥനകൾ മുഴുവൻ കർത്താവിൻ്റെ സഭ പണിയപ്പെടുവാനും അത് രാജ്യങ്ങളെ സ്പർശിക്കുന്ന തലത്തിൽ അതിൻ്റെ മഹിമ തുറക്കുവാനും ഒരു വലിയ ആത്മീക ചൈതന്യം, ആത്മീക ഉണർവ് നമ്മിൽ എല്ലാം വെളിപ്പെടുവാനും അത് അനേക അവിശ്വാസികളെ തൊടുവാനുമുള്ള
ഒരു തലത്തിലേക്ക് നാം വളരേണ്ടതിനായിട്ടാണ് നാം പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഇവിടെ പൗരോഹിത്യ ശുശ്രൂഷ എബ്രായ ലേഖനം 9-ാം അധ്യായം നമ്മൾ വായിച്ചു വരുമ്പോൾ ഇവിടെ ദൈവം അഹരോനോട് മോശയോട് പറയുന്ന പദങ്ങളാണ് ഇവിടേക്ക് പറയുകയാണ്. 8-ാം ദിവസം പാപയാഗത്തിനായിട്ടുള്ള ക്രമീകരണങ്ങൾ പറയുകയാണ്. മോശ അഹരോന്റെ പുത്രന്മാരുടെ വിശ്രമ മൂപ്പന്മാരെയൊക്കെ വിളിച്ചു. അതുകൊണ്ട് പറഞ്ഞത് എന്തെന്നാൽ നീ പാപയാഗത്തിനായി ഊനമില്ലാത്തൊരു കാളക്കുട്ടിയും ഹോമയാഗത്തിനായി ഊനമില്ലാത്തൊരു ആട്ടുകുട്ടിയും എടുത്ത് യഹോവയോട് സ്നേഹിച്ചിടണം. അപ്പം യാഗത്തെക്കുറിച്ചുള്ള നിയമം കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ യാഗത്തെക്കുറിച്ചുള്ള വെളിപ്പാട് കൊടുത്ത് നിങ്ങൾ യാഗാർപ്പണം നടത്തിയാൽ, പ്രായശ്ചിത്തമായി യാഗാർപ്പണം നടന്നു കഴിഞ്ഞാൽ യഹോവയാം ദൈവം പ്രത്യക്ഷനാകും. ഇതാണ് 4-ാമത്തെ വാക്യം. അപ്പൊ യഹോവയുടെ പ്രത്യക്ഷത വെളിപ്പെട്ടു വരും. അപ്പൊ യഹോവയുടെ പ്രത്യക്ഷത ഇതാണ് 4 പേരുടെ വാക്യം പറയുന്നത്. അപ്പൊ ഇവരെല്ലാം സഭ മുഴുവൻ അവരുടെ ദിവസത്തിൽ അടുത്തു വന്നു, സമാഗമന കൂടാരത്തിൽ കൊണ്ടുവന്നു. എന്നിട്ടോ ഇപ്പോൾ യഹോവ ചെയ്യുമെന്ന് കൽപ്പിച്ച കാര്യം ഇതാകുന്നു, യഹോവയുടെ തേജസ് നിങ്ങൾക്ക് പ്രത്യക്ഷമാകും. അപ്പോൾ ദൈവം ആഗ്രഹിച്ച വ്യവസ്ഥ പ്രകാരമുള്ള യാഗാർപ്പണം കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ തേജസ് പ്രത്യക്ഷമാകും. അപ്പോൾ ഇവർ ജീവിക്കുന്നത് ഇനി എങ്ങനെയാണ്? ഇവർ ജീവിക്കുന്നത് ഭയങ്കര ധൈര്യത്തിലാണ്, ഭയങ്കര ഉറപ്പിലാണ്. ദൈവിക പുരോഹിതന്മാരുടെ നിയോഗത്തിൽ നിന്ന് അവരുടെ മേൽ ദൈവത്തിന്റെ മഹത്വം ആവസിക്കുമെന്നുള്ള ഭയങ്കര വെളിപ്പാടിലേക്ക് വരികയാണ്. നമ്മുടെ അകത്ത് അങ്ങനെ വല്ല ഉറപ്പും ധൈര്യമൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഈ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ, ഒരുമിച്ച് സഭയായി പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിന്റെ ശരീരമെന്ന രഹസ്യത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ, മിസ്റ്ററിൽ നിന്നുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ, നാം ഇവിടെ ചെയ്യുന്നത് പൗരോഹിത്യമാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ആഴമേറിയ തലങ്ങൾ നിങ്ങളുടെ മേൽ തുറക്കാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് ശക്തമായി നിങ്ങളുടെ മേൽ ഇറങ്ങി വരും. ഹെവൻ തുറന്നു വരും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 51-ാം വാക്യത്തിൽ അവിടെ പറഞ്ഞൊരു പദമുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞൊരു പദമാണ്. ഇനിയും എനിക്കെന്ത് വാക്യങ്ങൾ, ലാസ്റ്റ് വാക്യങ്ങൾ ഒരിക്കലും വെളിപ്പെടുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 50-51 വാക്യങ്ങൾ ഭയങ്കര മഹത്വകരമാണ്. ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറക കൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയത് കാണുമെന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും എന്ന് അവനോട് പറഞ്ഞു. നഥനയേലിനോട് കർത്താവ് പറയുക, നീ എന്താ മോനെ ഇങ്ങനെ പറയുന്നേ? ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് നീ ഇതൊക്കെ കൂടെ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയത് കാണും, നീ ഇതുവരെ കണ്ടവനേക്കാൾ വലിയത് കാണും. ഇന്ന് രാവിലെ ഞാനൊരു വിഷയം പറഞ്ഞു വരുമ്പോൾ പറഞ്ഞതാണെങ്കിലും അതൊരു ദൈവത്തിന്റെ വചനമാണ്. വേണ്ടവർക്ക് അത് റേമയായിട്ട് സ്വീകരിക്കാം കേട്ടോ. നീ ഇതിലും വലിയത് കാണും. നഥനയേലേ, നീ ഇതിലും വലിയത് കാണും, നീ ഇതുവരെ കണ്ടതിനേക്കാൾ വലിയത് കാണും. ഇതെപ്പോഴാണ് ഇത് പറഞ്ഞത്? നഥനയേലിന്റെ കർത്താവ് പറയുകയാണ്. നഥനയേൽ അവിടെ റബി, നീ ദൈവപുത്രൻ, ഇസ്രായേലിന്റെ രാജാവെന്ന് പറഞ്ഞു. എപ്പോഴാണെന്നറിയാമോ? 49-ാം വാക്യം, ഈ 47-ാം വാക്യം നഥനയേലിന്റെ കർത്താവ് എന്ന് പറഞ്ഞു. ഞാൻ ചരിത്രത്തിലേക്ക് 1 മിനിറ്റ് പോകുകയാണ്. നഥനയേൽ യേശുവിന്റെ അടുക്ക വന്നു. അപ്പൊ നഥനയേൽ പറഞ്ഞു, നഥനയേലിനെ കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രായേലിൽ, ഇവനിൽ കപടമില്ല എന്ന് അവനെ കുറിച്ച് പറഞ്ഞു. ഉടനെ നഥനയേൽ ചോദിച്ചു, നീ എന്നെ എവിടെ വെച്ച് അറിയുന്നു ചോദിച്ചു. ഉടനെ ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. ഇതിനകത്തൊരു ജൂയിഷ് മിസ്റ്ററി ഉണ്ട്, ജൂയിഷ് ഹിസ്റ്ററി ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആർക്കും അറിയാത്ത ഒരു ചരിത്രമാണ്. നഥനയേലിനും അവൻ്റെ അമ്മയ്ക്കും അവൻ്റെ അപ്പനും മാത്രം അറിയാവുന്ന ഒരു ചരിത്രമാണ് എന്ന് ജൂയിഷ് ഹിസ്റ്ററിക്കകത്ത് ഇത് പറയുന്നുണ്ട്. ഞാനത് പണ്ട് വായിച്ച കാര്യമാണ് കേട്ടോ. വില്യം ബാർക്ലേ കമൻട്രിയിൽ അതെൻ്റെ ഓർമ്മ, എനിക്കറിയില്ല ഇത് എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ വായിച്ചിട്ടുണ്ട് ഈ സംഭവം, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്, യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ഈ ഹേരോദാവ് കുഞ്ഞിനെ കൊല്ലുവാൻ വേണ്ടി അന്വേഷിച്ചപ്പോൾ സ്വപ്നത്താൽ യേശുക്രിസ്തുവിൻ്റെ പിതാവും മാതാവും കൂടെ മിസ്രൈമിലേക്ക് ഒളിച്ചോടിപ്പോയി, അല്ലെങ്കിൽ അവിടെ മിസ്രൈമിലേക്ക് പോയി. ആ സമയത്ത് നഥനയേലിൻ്റെ അമ്മ നഥനയേലിനെ കൊണ്ടുപോയി അത്തിയുടെ ചുവട്ടിൽ ഇലയുടെ അകത്ത് മറച്ചു വെച്ചു. ഇത് നഥനയേലിന്റെ ചെറുപ്പത്തിൽ, യേശുവും നഥനയേലും സമകാലീനകരാണ്. അപ്പൊ നഥനയേലിന്റെ 2 വയസ്സ് പ്രായമുള്ളപ്പോൾ നടന്ന കാര്യമാണിത്. ഇത് ലോകത്ത് ആർക്കും അറിയില്ല.
നദനിയേലിന്റെ അമ്മയും അപ്പനും പറഞ്ഞു, മോനെ ഇത് ആരോട് പറയരുത്, നീ ദൈവത്തിന്റെ പ്രത്യേക ദാനമാണ്. അവിടെ ഞങ്ങൾ കൊണ്ടുപോയി വെച്ചപ്പോൾ നീ അവിടെ കരയാതിരുന്നു. അന്ന് രാജാവ് കുഞ്ഞുങ്ങളെ മുഴുവൻ കൊല്ലുകയായിരുന്നു, പക്ഷെ നിന്നെ ദൈവം അത്ഭുതകരമായിട്ട് സൂക്ഷിച്ചതാണ്. നീ ദൈവത്തിന്റെ അത്ഭുത പരിപാലനത്തിന് കീഴിലുള്ള. അപ്പൊ ഇത് ആർക്കും അറിയാത്ത രഹസ്യം നദനിയേൽ പറഞ്ഞപ്പോൾ, യേശുക്രിസ്തു പറഞ്ഞപ്പോൾ ഉടനെ നദനിയേൽ പറഞ്ഞു, നീ റബ്ബി, നീ ഇസ്രായേലിന്റെ രാജാവാണ്, നീ ഇസ്രായേലിന്റെ രാജാവാണ്. കഴിഞ്ഞ ഏകദേശം 28-29 വർഷം മുമ്പ് എൻ്റെ അമ്മ അത്തിയുടെ ചുവട്ടിൽ വെച്ച് എന്നെ രഹസ്യമായി സൂക്ഷിച്ചതാ. നിനക്കറിയാൻ കഴിഞ്ഞെങ്കിൽ നീയാണ് ഒറിജിനൽ രാജാവ്, നീ ദൈവത്തിന്റെ പുത്രനാണ്. ഉടൻ തന്നെ യേശു പറയുകയാണ്, നിന്നെ ഞാൻ അത്തിയുടെ കീഴിൽ വെച്ച് കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നീ എന്തിനാ, നീ വിശ്വസിക്കുന്നുണ്ടോ? നീ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയത് കാണും, നീ ഇതിനേക്കാൾ വലിയത് കാണും. നിങ്ങൾക്ക് എൻ്റെ ചരിത്രം മനസ്സിലാകുന്നുണ്ടോ? കഴിഞ്ഞ 28 വർഷം മുമ്പ് നടന്ന ഒരു ചരിത്ര സംഭവത്തെ പരിശുദ്ധാത്മാവ് രംഗത്ത് കൊണ്ടുവന്നപ്പോൾ നദനിയേലിനോട് ദൈവം പറയുകയാണ്. നദനിയേൽ ഉടൻ തന്നെ യേശുവിനോട് നീ രാജാവെന്ന് പറഞ്ഞപ്പോൾ തമ്പുരാൻ പറയുകയാണ്, മോനെ നീ ഇതുവരെ കണ്ടതിനേക്കാൾ വലിയ പ്രൊട്ടക്ഷൻ കാണും, നീ ഇതുവരെ കണ്ടതിനേക്കാൾ വലിയ ദൈവമഹത്വം കാണും. സ്വർഗം തുറന്ന് നിന്റെ മാതാവിനും പിതാവിനും ദൈവം നിന്നെ കരുതലായി താങ്ങിയത് ചരിത്രമെങ്കിൽ സ്വർഗം തുറന്ന് അടുത്ത തലങ്ങൾ നീ കാണാൻ പറ്റും. അപ്പൊ സ്വർഗം തുറക്കും എന്നതാണ് നാം ഇവിടെ കൊണ്ട് നാം കാണാനിടയാത്തത്. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? നമുക്ക് 1 മിനിറ്റ്, എന്തോ എൻ്റെ വിഷയം ഇതല്ല പറഞ്ഞു വന്നവ, 1 മിനിറ്റ് നമുക്കൊന്ന് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകാം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി തുറന്നു വരുന്ന സ്വർഗമുണ്ട് കേട്ടോ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ചലിക്കുന്ന ഒരു സ്വർഗമുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ചോ. ഇതിനേക്കാൾ വലിയത് നീ കാണും. കഴിഞ്ഞ നാളുകളിൽ നീ കണ്ടതിനേക്കാൾ വലിയ പ്രൊട്ടക്ഷൻ നീ കാണും. കഴിഞ്ഞ നാളുകളിൽ നീ കണ്ടതിനേക്കാൾ വലിയ ദൈവപ്രവർത്തികൾ നീ കാണും. നിന്റെ കുടുംബം അത് കാണാനുള്ള കുടുംബമാണ്. അതിനായിട്ട് ദൈവാത്മ നിന്നെ ഒരുക്കുകയാണ്. 1-2 മിനിറ്റുകൾ കൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചോ. ആത്മതലത്തിൽ ഇതുവരെ കാണാത്ത അനുഭവങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്താൻ പോവുകയാണ്. എല്ലാം കൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവ് അങ്ങനത്തെ റിലങ്ങൾ തുറക്കും. അങ്ങനെയുള്ള പ്രാർത്ഥന ഉറപ്പോടെ ഇറങ്ങി വരട്ടെ. പരിശുദ്ധാത്മാവിന്റെ ചലനങ്ങൾ അങ്ങനെ തുറക്കണേ. അങ്ങനത്തെ തലങ്ങൾ തുറന്നു വരട്ടെ, അങ്ങനത്തെ തലങ്ങൾ തുറന്നു വരട്ടെ, അങ്ങനത്തെ തലങ്ങൾ തുറന്നു വരട്ടെ. പരിശുദ്ധാത്മാവേ, അത് തുറന്നു വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അത് തുറന്നു വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറന്നു വരുവാൻ, മഹത്വത്തിന്റെ വിലങ്ങൾ തുറന്നു വരുവാൻ, ശകന തേജസ്സിന്റെ തലങ്ങൾ തുറന്നു വരുവാൻ കർത്താവേ, അത് ഞങ്ങളുടെ അകത്ത് കർത്താവേ അങ്ങ് ചെയ്ത ആ യാഗത്തിന്റെ റിസൾട്ട് ആണെന്നുള്ള വെളിപ്പാടിനകത്ത് അങ്ങത് തുറക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അങ്ങത് തുറക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇവിടെ ഞാനൊരു വാക്യം കൂടെ ബോർഡിനകത്ത് ഇട്ടിട്ടുണ്ട്, സ്ക്രീനകത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവഴിക്കേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. ഇത് യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യമാണ്. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളുടെ കാര്യമല്ല ഇത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ വല്ലാതെ ഭോഗങ്ങളിൽ ചിലവഴിക്കേണ്ടതിനല്ല നമ്മുടെ രാവിലെയുള്ള പ്രാർത്ഥന. അത് വരണം, ഇത് വരണം, അവിടെ പോകണം, ഇവിടെ പോകണം, മറ്റത് വേണം, ഇതൊന്നുമല്ല നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥനകൾ ഭൂരിഭാഗവും നമുക്കെല്ലാം ക്രിസ്തുവിൽ വളരണം. ഈ പ്രഭാത സെക്ഷനിൽ നമ്മൾ അതിനാണ് പ്രാധാന്യത കൂടുതൽ കൊടുക്കുന്നത്. ഒന്ന്, നമുക്ക് ക്രിസ്തുവിൽ വളരണം. ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്ത് നമ്മെക്കുറിച്ച് ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് നാം എത്തണം. ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മെ ക്രിസ്തുവിൽ പുത്രന്മാരായി തെരഞ്ഞെടുത്തു. നമ്മുടെ മേൽ പുത്രത്വത്തിന്റെ ആത്മാവിനെ പകർന്നു, നമ്മളെ ശരീരമാക്കി. അപ്പൊ ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് നമ്മെക്കുറിച്ചുള്ള ലക്ഷ്യത്തോടുള്ള ബന്ധത്തിലാണ് നിങ്ങളുടെ പ്രാർത്ഥനയെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അപ്പോഴപ്പോൾ മറുപടികൾ വെളിപ്പെട്ട് വരാൻ തുടങ്ങും. അല്ലാത്തവർ ലോകസ്നേഹത്തിൽ നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അവർ ഇവിടെയുള്ള കാര്യാദികളുടെ നിവൃത്തിക്ക് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിനല്ല, മറിച്ച് നിങ്ങൾ ദൈവഹിത പ്രകാരം പണിയപ്പെടുവാൻ, നിങ്ങളുടെ കുടുംബം ദൈവഹിത പ്രകാരം പണിയപ്പെടുവാൻ, നിങ്ങളുടെ സഭ ദൈവഹിത പ്രകാരം പണിയപ്പെടുവാൻ, ഒരു ആത്മീക ഉണർവ് അല്ല, ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ കർത്താവിനെ കണ്ടെത്തുവാൻ ലോകരാജ്യങ്ങളിൽ പ്രക്ഷുബ്ധമായ സന്ദർഭങ്ങൾ, അവസ്ഥകൾ വെളിപ്പെട്ടു നിൽക്കുമ്പോൾ അത് ശാന്തമാകേണ്ടത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകളൊന്നും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവഴിക്കേണ്ടതുള്ള പ്രാർത്ഥനകളല്ല. ആ പ്രാർത്ഥനകളെല്ലാം ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മധ്യസ്ഥ പ്രാർത്ഥനകളാണ്. അപ്പോൾ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മധ്യസ്ഥ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകത, അവൻ യേശുക്രിസ്തുവിന്റെ കാൽവറിയിൽ നടന്ന യാഗത്തെക്കുറിച്ചുള്ള വെളിപ്പാട് ആഴമായിട്ട് അകത്തുള്ളവനായിരിക്കണം. അപ്പോൾ നമ്മുടെ മേൽ റിലം ഓഫ് ഗ്ലോറി വെളിപ്പെടാനുള്ള കാരണമെന്ന് പറയുന്നത് നമ്മൾ അർപ്പിക്കുന്ന നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ യാഗമരണത്തിലുള്ള വിശ്വാസമാണ്. ഒരു കുറവുമില്ലാത്ത, ഒരു കുറ്റവുമില്ലാത്ത ഭോജനയാഗമായി, അല്ലെങ്കിൽ പാപയാഗമായി, അല്ലെങ്കിൽ സമാധാനയാഗമായി നമ്മുടെ കർത്താവ് കാൽവറിയിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു എന്നതാണ് നമ്മുടെ മേൽ മഹത്വത്തിന്റെ റിലം തുറക്കാനുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നമ്മുടെ മേൽ ഗ്ലോറി റിലം തുറക്കാൻ, മഹത്വത്തിന്റെ തലം തുറക്കാൻ, അതിൽ നിന്നാണ് അടുത്ത പൗരോഹിത്യം ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒന്നാമത് മനസ്സിലാക്കാം, ക്രിസ്തുവിന്റെ നിവർത്തിയായ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന വിശ്വാസമാണ് റിലം ഓഫ് ഗ്ലോറി തുറക്കാൻ, മഹത്വത്തിന്റെ തലം തുറക്കാനുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് എന്താ ഉണ്ടാകുന്നത്? അതിനകത്ത് നമ്മുടെ അകത്ത് ഭയങ്കര ഫെയ്ത്ത് വരും. യേശുവിന്റെ രക്തം സകല പാപം നോക്കി നമ്മെ ശുദ്ധീകരിച്ചിരിക്കുന്നു. ആ രക്തം നമ്മെ നീതീകരിച്ചിരിക്കുന്നു. ഇത് ഇപ്പോൾ തന്നെ ഈ രാവിലെ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ അത് തുറന്നു വരും കേട്ടോ. അവന്റെ രക്തം നോക്കിയേ, നിങ്ങളുടെ പാപങ്ങൾ രക്താംബരം പോലെ കടിഞ്ചുവപ്പായിരുന്നാലും അവൻ അവനെ ഹിമം പോലെ വെളുപ്പിക്കും, ഹിമം പോലെ വെളുപ്പിക്കും. അപ്പൊ അവൻ ചെയ്ത പ്രവൃത്തിയിലുള്ള വിശ്വാസവും നിങ്ങളുടെ പാപത്തെ അവൻ കൈകാര്യം ചെയ്ത ഉറപ്പുമാണ് ഈ ഗ്ലോറി റിലം നിങ്ങളുടെ മേൽ ഓപ്പൺ ആകാനുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ ഈ ഗ്ലോറി റിലം തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ഘടകങ്ങൾ പറഞ്ഞാണ് നമ്മൾ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുന്ന. ഒരു ചെറിയ ചലനമൊക്കെ സംഭവിക്കാം, പക്ഷേ നിങ്ങളുടെ മേൽ ഇത് തുറക്കുമെന്നതിന്റെ തെളിവെന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ കാൽവരി മരണമാണ്. എന്താ ഉണ്ടാകുന്ന മെച്ചം എന്താണ്? ഇത് നിങ്ങളുടെ അകത്ത് ഉറപ്പായി കഴിയുമ്പോൾ നിങ്ങളുടെ അകത്തുനിന്ന് മൂടുപടം നീങ്ങിപ്പോയി കർത്താവിന്റെ തേജസ് മൂടുപടം നീങ്ങിയ മുഖത്ത് തേജസ്സിന്റെ മേൽ തേജസ് വ്യാപരിച്ച് ഇത് നിങ്ങളിൽ വെളിപ്പെടുക എന്നുള്ളത് ദൈവത്തിന്റെ ഒരു മഹിമയായി മാറ്റപ്പെടും. നമുക്ക് അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചാലോ? ഇന്ന് രാവിലെ യേശുക്രിസ്തുവിന്റെ കാൽവറിയിൽ അവൻ നമുക്ക് വേണ്ടി യാഗമാക്കപ്പെട്ടതിനാൽ, നമ്മുടെ സകല പാപങ്ങളും അവൻ കഴുകി ശുദ്ധീകരിച്ചതിനാൽ ഈ റിലം നിങ്ങളുടെ മേൽ തുറന്നു വരും. ഈ മഹത്വത്തിന്റെ തലം നിങ്ങളുടെ മേൽ തുറന്നു വരും. അത് തുറന്നു വരാനായിട്ട് അടുത്ത ഘടകം എന്ന് പറയുന്നത് പുരോഹിതന്മാരുടെ ഉറപ്പാണ്, പുരോഹിതന്മാരുടെ ഗ്യാരണ്ടിയാണ്. ചൊരിയപ്പെട്ട രക്തത്തെയും
അർപ്പിക്കപ്പെട്ട യാഗത്തെയും കുറിച്ചുള്ള ഉറപ്പിൽ നിന്നുകൊണ്ട് അവർ പ്രായശ്ചിത്തവും പക്ഷപാതവും അർപ്പിക്കാൻ തുടങ്ങിയപ്പോൾ മഹിമ തുറക്കാൻ തുടങ്ങി. ഞാൻ വേഗത്തിൽ പറഞ്ഞതുകൊണ്ട് ആർക്കെങ്കിലും ഈ കാര്യങ്ങൾ ഗ്രാഹ്യമാകാതെ പോയോ എന്നെനിക്കറിയില്ല. അവർ നീരാജനം കഴിച്ച് അവർ യാഗാർപ്പണം കഴിഞ്ഞ് നീരാജനം കഴിഞ്ഞപ്പോൾ പ്രായശ്ചിത്തത്താൽ ദൈവം അവരുടെ മടുവിലേക്ക് മഹത്വത്തെ തുറക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, എന്നിട്ട് നമുക്ക് ബ്ലെസ്സിങ്ങിനെ കുറിച്ച് തുറക്കാം. നമുക്കിന്ന് രാവിലെ നമ്മൾ ഒരുമിച്ച് പ്രായശ്ചിത്തം ആക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ നിന്നുകൊണ്ട് പൗരോഹിത്യത്തിലേക്ക് വരികയാണ്. എന്താ പൗരോഹിത്യം? പൗരോഹിത്യം ദൈവത്തിന്റെ ഭാഗത്ത്, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്ന് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ പാപത്താൽ വന്ന അകൽച്ചകളെ പൗരോഹിത്യം പരിഹരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്ത്, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ പട്ടണത്തിൽ ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ നിത്യനരകത്തിലേക്ക് ഓരോ ദിവസവും ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ആത്മഭാരത്തോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ അകത്ത് പകർന്നിരിക്കുന്ന പൗരോഹിത്യമല്ലേ? എന്താ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? പത്രോസ് എന്താ പറഞ്ഞത്? നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങൾ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗമാണ്. നിങ്ങൾ പുരോഹിതന്മാരാണ്. പുരോഹിതന്റെ പ്രത്യേകത, പുരോഹിതൻ തന്നേക്കാൾ അധികമായി തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവനാണ്. ഒന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് പൗരോഹിത്യത്തിൽ നമുക്ക് തുടങ്ങാം. അടുത്ത 1-2 മിനിറ്റ് ഇന്ന് രാവിലെ നമ്മൾ 50 പേര് ഇപ്പോൾ പ്രാർത്ഥിക്കാനായിട്ടുണ്ട്. ഈ 50 കുടുംബങ്ങളെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അതൊരു പൗരോഹിത്യമാണ് കേട്ടോ. ഈ 50 കുടുംബങ്ങളെയും ദൈവാത്മാവ് പണിയേണ്ടവനായിട്ട്, ഉറപ്പിക്കേണ്ടവനായിട്ട്, നിരപ്പിക്കേണ്ടവനായിട്ട്, ഈ കുടുംബങ്ങളുടെ മേൽ പാപത്താൽ വന്ന, ശാപത്താൽ വന്ന ഘടകങ്ങളെല്ലാം ദൈവാത്മാവ് എടുത്തു മാറ്റി അത്ഭുതകരമായ ദൈവപ്രവൃത്തികൾക്കായി ഈ കുടുംബങ്ങളെ ഒരുക്കേണ്ടവനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇനി ഈ 50 കുടുംബങ്ങൾ താമസിക്കുന്ന ഓരോ ഭൂപ്രദേശത്തെ നമുക്ക് ദൈവകരങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കാം. പല രാജ്യങ്ങളിലുള്ളവരുണ്ട്, പല സംസ്ഥാനങ്ങളിൽ ചെതറി പറക്കുന്നവരുണ്ട്, പല ഭൂഖണ്ഡങ്ങളിൽ ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ 50 കുടുംബങ്ങളെയും അവർ താമസിക്കുന്ന ദേശത്തെയും വഹിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മളാണ് രാജാക്കന്മാർ, നമ്മളാണ് പുരോഹിതന്മാർ. മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചു. അടുത്ത 2-3 മിനിറ്റ് വരും എല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചു. ഷാബാന, പൗരോഹിത്യം അകത്ത് വെളിപ്പാടായി കിട്ടിയവരുണ്ടെങ്കിൽ, പൗരോഹിത്യത്തിന്റെ വെളിപ്പാടുള്ളവരുണ്ടെങ്കിൽ, ഞാൻ പുരോഹിതനാണ്, എന്നെ കത്ത് പൗരോഹിത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചു. മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചു. എല്ലാവരും പ്രാർത്ഥിച്ചു. ഷസ്കന, ലോകരാജ്യങ്ങളിൽ നിങ്ങളുടെ മേൽ ദൈവാത്മ തുറന്നിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ മഹിമ തുറക്കട്ടെ. ഷാബാന, റബപ്രൗഷവന, ഹത്തൽ പ്രൗഢവന, അതുരജന ഹത്തൽ കടാദിന പ്രൗഢവന ഘടകദനം, അന്തൽ ഘടകദന വൈഷ പ്രൗഢവന ഘടകദന, വൈഷ പ്രൗഢവന ഘടകദനം, ജിബാന ഹട്ടസ്കനാദിന പ്രൗഢവന ഗദുരവന ഘടകദനം, ലാക റപാന ചബത്തിനെ ദിനി പ്രൗഷസ്കന, അന്തൽ ഘടകദന വേദ പ്രൗഷവന, ജീവൽ ഘടകദന വൈഷ പ്രൗഢവന. പരിശുദ്ധാത്മാവേ, ആ മഹിമയുടെ കരം തുറക്കാൻ, ഷസ്കന ഈ ജനം മുഴുവൻ വിടുവിക്കപ്പെടുവാൻ, മക്കൾ മുഴുവൻ പണിയപ്പെടുവാൻ, ഇവരെല്ലാം അങ്ങയുടെ പ്രകാരം രൂപപ്പെട്ടു വരുവാൻ, ഈ കുടുംബങ്ങളിലെല്ലാം ആ മഹിമ തുറന്നു വരുവാൻ, ആ മഹിമ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളകത്ത് ക്രൂശിന്റെ വെളിപ്പാട് നൽകണമേ. ക്രൂശിൽ മടന്ന യാഗം, ക്രൂശിൽ മടന്ന യാഗം.
ഞാൻ എനിക്ക് പ്രധാനമായും 3 കാര്യങ്ങൾ പറയേണ്ടതുള്ളത് കൊണ്ടാണ് ഇടയിൽ പെട്ടെന്ന് കട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. ഇത് നമ്മുടെ ഇതിനകത്ത് കണ്ടമാനം മേലകളിൽ പരിശുദ്ധാത്മ ഉപയോഗിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് ഇതെല്ലാം പ്രയോജനപ്രദമാകുമെന്ന് ഞാൻ ചിന്തിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചത് നമ്മുടെ മേൽ തുറന്നിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ വെളിപ്പാടാണ്. നിങ്ങളെല്ലാം പുരോഹിതന്മാരാണ് കേട്ടോ. പുരോഹിതന്റെ പ്രത്യേകത, പുരോഹിതൻ നീരാജനം അർപ്പിക്കുന്നവനാണ്, നീരാജനം കഴിക്കുന്നവനാണ്. അപ്പം ഒരു പുരോഹിതൻ നീരാജനം കഴിക്കുന്നവനാണെങ്കിൽ അത് നമ്മൾ പുതിയ നിയമത്തിലേക്ക് വന്നാൽ പുരോഹിതൻ ദൈവസന്നിധിയിൽ മധ്യസ്ഥത അർപ്പിക്കുന്നവനാണ്. ഞാൻ അതിൻ്റെ വാക്യങ്ങളിലേക്കെല്ലാം കടന്നു പോകുന്നില്ല. ഇബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി ഇപ്പോൾ പക്ഷപാതം ചെയ്യുകയാണ്. റോമാലേഖനം 8-26 നമ്മുടെ അകത്ത് വസിക്കുന്ന ആത്മാവ് നമ്മുടെ അകത്ത് വ്യാപരിച്ചുകൊണ്ട് പക്ഷപാതം ചെയ്യുകയാണ്. അപ്പോൾ നാം ഒരു മഹത്വത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മഹത്വത്തിൻ്റെ റിലം നാം പ്രതീക്ഷിക്കുന്നെങ്കിൽ നിങ്ങളുടെ അകത്തുള്ള പൗരോഹിത്യം ദൈവാത്മാവിനാൽ തുറക്കണം. പൗരോഹിത്യം തുറക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ഭയങ്കര ആത്മഭാരം വരും. എൻ്റെ ജീവിതത്തിൽ ആദ്യം തുടങ്ങിയ ശുശ്രൂഷ അതാണ് കേട്ടോ. എനിക്ക് വീട്ടിനകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉപവസിക്കുമ്പോൾ ഇരിക്കാൻ പറ്റാത്ത പോലുള്ള വേദന എൻ്റെ അകത്ത് വരും. ഞാൻ ഓളിയിട്ട് കരഞ്ഞിട്ടുണ്ട്, നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ച് ഓർത്തിട്ട്. അവർ പോകുന്നത് നരകത്തിലേക്കാണല്ലോ എന്ന വേദന വന്നിട്ട്. നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികൾ, നിങ്ങളെ കാണുന്നവർ, നിങ്ങളുടെ ജോലി സ്ഥലത്ത് വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളിലുള്ളവർ, അവരെല്ലാം നിത്യത എവിടെയായിരിക്കുമെന്നുള്ള ബോധ്യം നിങ്ങളുടെ അകത്ത് വരുമ്പോൾ നിങ്ങളുടെ അകത്ത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഒരു ഘടകമാണ് മധ്യസ്ഥത. അത് ഇപ്പോൾ പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിന്ന് പുത്രൻ നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നു. ആ പുത്രത്വത്തിൻ്റെ ആത്മം നിങ്ങളുടെ അകത്ത് വ്യാപരിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ പുത്രൻ സ്വർഗത്തിലിരുന്ന് വസിക്കുന്ന മധ്യസ്ഥയുടെ ഭാഗമായി നിങ്ങൾ ഭൂമിയിലിരുന്നു കൊണ്ട് മധ്യസ്ഥത പ്രാർത്ഥന നിങ്ങൾ ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ മധ്യസ്ഥത ചെയ്യുന്നവനാണെങ്കിൽ ഫെയ്ത്തിനകത്തുമാണ് മധ്യസ്ഥത തുറക്കുന്നത്. നിങ്ങൾ ദൈവസന്നിധിയിൽ മധ്യസ്ഥത അർപ്പിക്കുന്നവരാണെങ്കിൽ, അതായത് നമ്മളിപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ അകത്ത് മറ്റുള്ളവരെ ബ്ലസ് ചെയ്യാൻ, അനുഗ്രഹിക്കാനുള്ള, ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് അവരെ അനുഗ്രഹിക്കാനുള്ള ഡിവൈൻ അധികാരം തുറക്കുകയാണ്. മറ്റുള്ളവരെ ബ്ലസ് ചെയ്യാൻ പുരോഹിതന്മാർക്ക് ദൈവം അധികാരം കൊടുത്തു. പിന്നെ അഹരോൻ ജനത്തിന് വരെ കൈ ഉയർത്തി അവരെ ആശീർവദിച്ചു. അപ്പോൾ ഇന്ന് രാവിലെ നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾ മധ്യസ്ഥത അണയ്ക്കുന്നവരാണോ? നിങ്ങൾ കുടുംബത്തിന് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നുണ്ടോ? നിങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ ദേശത്തിന് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ കരങ്ങൾ ഉയർത്തി നിങ്ങൾക്ക് അവരെ അനുഗ്രഹിപ്പാൻ അധികാരമുണ്ട്. നിങ്ങൾ കരങ്ങൾ ഉയർത്തി നിങ്ങൾ അവരെ അനുഗ്രഹിക്കുമ്പോഴാണ് മഹത്വത്തിൻ്റെ റിലം ഓപ്പൺ ആകുന്നത്. കണ്ടോ, പ്രായശ്ചിത്തം നടന്നു, യാഗാർപ്പണം നടന്നു, പൗരോഹിത്യം നടന്നു. തൊട്ടുപുറകിൽ അവർ ജനത്തെ അനുഗ്രഹിച്ചപ്പോൾ മഹത്വത്തിൻ്റെ റിലം തുറന്നു വരികയാണ്. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ അധരങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിപ്പാനുള്ള ഒരു ഉറവയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് പുതിയ നിയമത്തിലെ ആദ്യത്തെ എഴുത്തുകാരനായ യാക്കോബ് പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനമാണ്. നമുക്ക് അതും കൂടെ കണ്ട് ഒന്നും കൂടെ നമുക്ക് എല്ലാ കുടുംബങ്ങളെയും
അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ഇപ്പോൾ അവർക്ക് വേണ്ടി മധ്യസ്ഥ പിണക്കിയായിരുന്നു. നിങ്ങൾ ഈ 50 കുടുംബങ്ങളെ മധ്യസ്ഥ അണച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ഈ 50 കുടുംബങ്ങൾ താമസിക്കുന്ന ദേശത്തിനുവേണ്ടി നമ്മൾ മധ്യസ്ഥ അണക്കിയായിരുന്നു. ഒന്ന് വായിച്ചു നോക്കി, വാക്യം ഒന്ന് വായിച്ചു നോക്കി. ഒരാളൊന്ന് വായിച്ചു നോക്കി, വാക്യം പറ്റുന്ന ഒരാൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത്. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. നോക്കി, ഇംഗ്ലീഷിൽ നിങ്ങൾ കണ്ടോ, ഔട്ട് ഓഫ് ദ സെയിം മൗത്ത് ബ്ലെസ്സിങ്സ് ആൻഡ് കേഴ്സിങ്. ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും മലയാളത്തിൽ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇംഗ്ലീഷിൽ നിങ്ങൾ കണ്ടോ, ഒരേ വായിൽ നിന്ന് കണ്ടോ അനുഗ്രഹവും ശാപവും. അപ്പൊ നിങ്ങളുടെ അധരങ്ങൾ അനുഗ്രഹം തുറക്കാനുള്ള ഉറവാണോ? നിങ്ങളുടെ ഭവനത്തിൽ അനുഗ്രഹം തുറക്കാനുള്ള ഉറവാണോ നിങ്ങളുടെ അധരം? ഉറവിന്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരമോ കയ്പുള്ള വെള്ളമോ പുറപ്പെട്ടു വരുമോ? രണ്ടും കൂടി ഒരുമിച്ച് വരുമോ? അപ്പൊ നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ തലമുറകളെ, നിങ്ങളുടെ ഭർത്താവിനെ, നിങ്ങളുടെ ഭാര്യയെ, നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുമായി ബന്ധപ്പെട്ടവരെ, നിങ്ങളുടെ വീടിനെ, സുഹൃത്തുക്കളെ, ബന്ധുമിത്രാദികളെ, അയൽവക്കക്കാരെ, നഗരത്തെ, നിങ്ങളുടെ രാഷ്ട്രത്തെ, നിങ്ങളുടെ സഭയെ, നിങ്ങളുടെ ചുറ്റുമുള്ള സകലതിനെയും, നിങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂള്, നിങ്ങൾ ജോലി ചെയ്യുന്ന ആശുപത്രി, നിങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഇങ്ങനെ സകലത്തിനെയും അനുഗ്രഹിക്കുന്ന ഒരു ഉറവാണോ നിങ്ങളുടെ അധരം? നിങ്ങൾ അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, പൗരോഹിത്യം, അനുഗ്രഹം, മഹത്വം. ഞാൻ മഹത്വം ഇത് പറഞ്ഞ ശേഷം ഞാൻ മഹത്വത്തിലേക്ക് വരാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരു സാക്ഷി കൊണ്ട് ഞാൻ ചേർത്ത് പറയാം. ഇങ്ങനെ നിങ്ങൾ ഒരു റൂട്ടിലേക്ക് വന്നാൽ നിങ്ങൾ ഒരു അഭിഷക്ത വൃന്ദത്തിനകത്ത് നിങ്ങൾ ചേർക്കപ്പെടുകയാണ്. ഇപ്പോൾ നാം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടാൻ വിളിക്കപ്പെട്ടവരും നാം അനുഗ്രഹത്തിന്റെ ഉറവുമാകയാൽ നിങ്ങളുടെ അകത്ത് ഓർമ്മ വരുന്നവരെല്ലാം മധ്യസ്ഥത നിങ്ങൾ അണച്ചിട്ടുണ്ടോ? അവരെയൊക്കെ ഒന്ന് അനുഗ്രഹിച്ച് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ച് ഇന്ന് രാവിലെ അത് ചെയ്യുമ്പോൾ തന്നെ മഹത്വത്തിന്റെ റിലം തുറന്നു വരും. അടുത്ത ചില മിനിറ്റുകൾ എല്ലാവരും ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാമോ? എല്ലാവരും നിങ്ങൾ കാണുന്ന സകലരെയും ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാമോ? റാപ്പാന, നിങ്ങളുടെ അകത്ത് ഓർമ്മ വരുന്ന സകലതിനെയും ബ്ലസ് ചെയ്യാമോ? നിങ്ങളുടെ കുടുംബത്തെ ബ്ലസ് ചെയ്യാമോ? നിങ്ങളുടെ തലമുറകളെ ബ്ലസ് ചെയ്യാമോ? നിങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെ ബ്ലസ് ചെയ്യാമോ? നിങ്ങളുടെ അയൽവക്കക്കാരെ ബ്ലസ് ചെയ്യാമോ? കർത്താവേ, അങ്ങനത്തെ ബ്ലെസ്സിങ്ങിന്റെ റിലം ഓരോ പ്രായശ്ചിത്തം അർപ്പിക്കുന്ന ജനത്തിൽ നിന്ന് അപ്പൊ അങ്ങ് തുറക്കുന്ന ദൈവമാണല്ലോ. അൽക്കദിന അവസ്ഥകളെ മുഴുവൻ എടുത്തു മാറ്റുന്ന ആ മഹത്വത്തിന്റെ തലം തുറക്കേണ്ടവര് ഞങ്ങൾ ഈ ജനത്തെ മുഴുവൻ ബ്ലെസ് ചെയ്യുകയാണ്. ഇന്ന് രാവിലെ അങ്ങനത്തെ ഒരു സ്പർശനം ഈ ജനത്തിന് മേൽ തുറന്നു വരുവാൻ, അങ്ങനത്തെ ഒരു സ്പർശനം ഈ ജനത്തിന് മേൽ തുറന്നു വരുവാൻ പ്രായശ്ചിത്തം നടന്നു കഴിഞ്ഞാൽ, പൗരോഹിത്യം തുറന്നു കഴിഞ്ഞാൽ, പൗരോഹിത്യം ഓപ്പണായി കഴിഞ്ഞാൽ, ഞങ്ങളെ അകത്തുള്ള പുരോഹിതൻ, പ്രാർത്ഥിക്കുന്ന പുരോഹിതൻ, ഇടപെൽ നിൽക്കുന്ന പുരോഹിതൻ, മധ്യസ്ഥം അടക്കുന്ന പുരോഹിതൻ ഞങ്ങളിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ക്രൂശിന്റെ മഹിമയിൽ നിൽക്കുന്ന, ക്രൂശിന്റെ മഹിമയിൽ നടക്കുന്ന പൗരോഹിത്യത്തിലും അങ്ങ് തുറക്കുന്ന ഉറവുകൾ അനുഭവിക്കുന്നവര് ഞങ്ങൾ ജനത്തെ അനുഗ്രഹിക്കുകയാണ്, ഞങ്ങൾ ജനത്തെ അനുഗ്രഹിക്കുകയാണ്, ഞങ്ങൾ ജനത്തെ അനുഗ്രഹിക്കുകയാണ്, ഞങ്ങൾ കുടുംബങ്ങളെ അനുഗ്രഹിക്കുകയാണ്, ഞങ്ങൾ ദേശങ്ങളെ അനുഗ്രഹിക്കുകയാണ്.
ഞാനിവിടെ ഒരു വാക്കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഞാൻ ഇട്ടിരിക്കുന്ന വാക്ക് 9-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യമാണ്. പിന്നെ അഹരോൻ ജനത്തിന് നേരെ കൈ ഉയർത്തി അവരെ ആശീർവദിച്ചു. പാപയാഗവും ഹോമയാഗവും സമാധാനയാഗവും അർപ്പിച്ചിട്ട് അവൻ ഇറങ്ങിപ്പോയി. ഇത് നടന്നത് പ്രായശ്ചിത്തം നടന്നപ്പോഴാണ് കേട്ടോ, പൗരോഹിത്യത്തിലാണ് കേട്ടോ. ഇതാരും അറിയാതെ അകത്ത് നടന്നതാണ്. എന്നാൽ പുറത്തിറങ്ങി വന്ന് മോശയും അഹരോനും സമാഗമന കൂടാരത്തിൽ കടന്നിട്ട് പുറത്തു വന്ന് ജനത്തെ ആശീർവദിച്ചു. അപ്പോൾ യഹോവയുടെ തേജസ് സകല ജനത്തിനും പ്രത്യക്ഷമായി. അകത്ത് ചെയ്തത് ആരും കണ്ടില്ല. പുറത്തു വന്ന് കരമുയർത്തി ജനത്തെ അനുഗ്രഹിച്ചപ്പോൾ കാണത്തക്കവണ്ണം ദൈവത്തിൻ്റെ മഹത്വം എല്ലാവരുടെയും മുമ്പിൽ പ്രത്യക്ഷമായി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നാം രഹസ്യത്തിൽ ചെയ്യുന്ന ശുശ്രൂഷ ആരും അറിയില്ല. നമ്മൾ രാത്രികളെ പകലുകളാക്കുന്നത് ആരും അറിയില്ല. നമ്മുടെ വേദനകളെ നമ്മൾ കടിച്ചമർത്തിക്കൊണ്ട് ദിവസം ഇരിക്കുന്നവ ആരും അറിയില്ല. പക്ഷേ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ തുറക്കുന്ന മഹത്വത്തിൻ്റെ റിലത്തിൻ്റെ പ്രത്യേകത എന്തെന്നറിയാമോ? അത് എല്ലാവരും അറിയും, എല്ലാവരും കാണുക, അത് ഇറങ്ങി വരും. ഞാൻ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു ഈ സൂം തുടങ്ങി ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ ഒരിക്കലൊരു ദിവസം ദൈവാത്മാവ് എൻ്റെ അകത്ത് ഒരു ടോപ്പിക് എൻ്റെ അകത്ത് വെളിപ്പാടായി തന്നു. ആ ഭാഗമെന്ന് പറയുന്നത് അഗ്നിസ്നാനം എന്ന വിഷയമായിരുന്നു. അഗ്നിസ്നാനം. ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ ദുബായിലിരുന്ന ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത നമ്മുടെ സിസ്റ്റർക്ക്, നമ്മുടെ ചർച്ചിലെ അടുത്ത നമ്മുടെ ചർച്ചുമായി നിൽക്കുന്ന ബന്ധത്തിൽ നിൽക്കുന്ന കുടുംബത്തിലെ പ്രിയ ഗ്ലോറിയയ്ക്ക് ദൈവാത്മാവ് ഒരു പ്രത്യേക തീയുടെ അനുഭവം തന്നെ മേൽ പകരാൻ തുടങ്ങി. സാമിൻ്റെ വൈഫ് ഗ്ലോറിയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പീച്ചിലുള്ള മോളാണ്. അന്ന് രാത്രി അവൾ എന്നെ വിളിച്ചു, പാസ്റ്റർ ഞാൻ പെന്തക്കോസ്തിലെ 3-ാം തലമുറയാണ്, ഇതുവരെ ഇങ്ങനൊരു തീ ഇറങ്ങുന്ന അനുഭവം എനിക്കുണ്ടായിട്ടില്ല. ഇന്ന് വൈകിട്ട് നടന്ന പ്രാർത്ഥനയിൽ പാസ്റ്ററെ പ്രസംഗിച്ച വചനപ്രകാരമുള്ള തീ എൻ്റെ മേൽ ഇറങ്ങി കത്തുകയായിരുന്നു. എന്താ പാസ്റ്റർ ഇതിന്, എന്താണിത് കാരണം, എന്താണ് ഇതിൻ്റെ റിസൾട്ട്? ഞാൻ പറഞ്ഞു, മോളെ ഇങ്ങനെ അനുഭവം ഉണ്ടായി. യഹോവയുടെ മഹത്വം ഇറങ്ങി കത്തുമ്പോൾ അത് തീ പോലെയാണ്, നീ പേടിക്കേണ്ട, പ്രാർത്ഥിച്ചു. ദൈവാത്മാവിൻ്റെ പുറകിലൊരു ദൈവത്തിൻ്റെ പ്രൊജക്റ്റ് ഉണ്ട്, അത് തെളിഞ്ഞു വരുമെന്ന് പറഞ്ഞു. എൻ്റെ ഓർമ്മയിൽ പിറ്റേ ദിവസമോ ഇവളെന്നെ വീണ്ടും വിളിച്ചു. 2-3 ദിവസങ്ങളിൽ വീണ്ടും എന്നെ വിളിച്ചു. ഇപ്പോൾ അവള് UK കേട്ടോ. സാമസുഖമയിലായിരിക്കും, നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ തന്നെ വിളിച്ചിട്ട് അവൾ എന്നോട് പറഞ്ഞു, മോൾ പിറ്റേ 2 ദിവസം കഴിഞ്ഞ് വിളിച്ച് പറഞ്ഞു, പാസ്റ്റർ ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാനൊരു ദർശനം കണ്ടു. ഹോസ്പിറ്റലിനകത്തൊരു വീട്, ആ വീടിൻ്റെ മുമ്പിലൊരു അപ്പച്ചനിരിക്കുന്നു. ആ അപ്പച്ചനിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് സ്തംഭിച്ചു പോയി. ഞാനിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിനകത്ത് പെട്ടെന്നൊരു വീട് കണ്ടാൽ, ആ വീടിനകത്ത് ഒരു അപ്പച്ചനിരിക്കുന്നത് കണ്ടാൽ കർത്താവേ എന്ന് ഞാൻ വിളിച്ചു. ഉടനെ കർത്താവ് പറഞ്ഞു, നമ്മളെ പേടിക്കണ്ട, ഈ വീട്ടിൽ ഇരിക്കുന്ന ഈ അപ്പച്ചൻ്റെ മകനുമായിട്ടാണ് നിന്റെ കൂടെ നിൽക്കുന്ന ഈ സഹോദരിയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷെ അവരെ വിവാഹത്തിൽ നിന്ന് പിന്തിരിയാൻ തീരുമാനിച്ചിരിക്കുന്നു, ആലോചിക്കുന്നു. അത് ദൈവഹിതമല്ല, ഈ വിവാഹം നടക്കേണ്ടത് ദൈവഹിതമാണ്. ആശുപത്രിക്കകത്ത് വെളിപ്പാട് കണ്ട് ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ശുശ്രൂഷ ആരംഭിച്ചു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? മഹത്വത്തിൻ്റെ തലം തുറന്നാൽ എവിടെയും ദൈവം മിസ്റ്ററികൾ, ദൈവ ശുശ്രൂഷകൾ ആരംഭിപ്പിക്കുന്ന ദൈവമാണ്. അങ്ങനെ ദൈവാത്മ ഒരു തലം തുറക്കുമെന്ന് ഇതിനകത്ത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ ഇന്ന് രാവിലെ ഇത് പറയുന്നത്. അതുകൊണ്ട് ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഈ വളർച്ചയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഈ തലത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇവിടെ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക, മോശയും അഹരോനും. ഒന്ന് വായിച്ച വാക്യം ഒന്ന് വായിച്ച്, എനിക്കത് കാണാൻ കഴിയാത്തൊരു അവസ്ഥയിലാണ് കിടക്കുന്നത്. ഒന്ന് വായിച്ച വാക്യം ഒരാളൊന്ന് വായിച്ച്. ഞാൻ വായിക്കാം. മോശയും അഹരോനും സമാഗമന കൂടാരത്തിൽ കടന്നിട്ട് പുറത്തു വന്ന് ജനത്തെ ആശീർവദിച്ചു. അപ്പോൾ യഹോവയുടെ തേജസ് അവരുടെ മേൽ ജനം കാണുകയും പ്രത്യക്ഷമായി, സകല ജനത്തിനും പ്രത്യക്ഷമായി. ഇവിടെ ഇവർ മോശയും അഹരോനും ഒരുമിച്ച് ചേരുകയാണ്. അപ്പൊ അഭിഷക്തന്മാരുടെ ഏകീഭാവം, അഭിഷക്തന്മാരുടെ കൂട്ടമായ ശുശ്രൂഷ, ദൈവസഭയുടെ ശരീരമായ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, നമ്മൾ ഒരുമിച്ച് ദൈവസ്ഥലിൽ ഇരിക്കുന്ന ഇരിപ്പുകൾ, നമ്മൾ ഒരുമിച്ച് മുന്നേറുന്ന മുന്നേറ്റങ്ങൾ, ദൈവ സാന്നിധ്യത്തിൽ നാം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, ഇതെല്ലാം മഹത്വത്തിൻ്റെ തലം തുറക്കുവാനുള്ള അടിസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് അഭിഷക്ത വൃന്ദങ്ങളോട് നിങ്ങൾ ചേരുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക,
മഹത്വത്തിൻ്റെ റീലം തുറന്നു വരും. മഹത്വത്തിൻ്റെ തലം എന്ന് പറഞ്ഞാൽ എന്താ? അത് കർത്താവിൻ്റെ നേരിട്ടുള്ള പ്രത്യക്ഷതയാണ്. അത് തുറന്നാൽ ക്രിയേറ്റീവ് മിറക്കിൾ നടക്കും. ഇപ്പോൾ ഇതിനകത്ത് സുമിനകത്ത് മെസ്സേജുകൾ, പ്രാർത്ഥന ആവശ്യപ്പെട്ട് മെസ്സേജുകൾ ഇട്ടിട്ടുണ്ട്. പ്രമീള സിസ്റ്റർ തൻ്റെ വീടിൻ്റെ ജപ്തിയോടെ ബന്ധം, ലോണിനുള്ള ബന്ധത്തിൽ ബാങ്കിൽ നോട്ടീസ് വന്ന് ബാങ്കിലേക്ക് പോകുന്ന ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് രോഗികളായിരിക്കുന്നവരുണ്ട്. ഇതിനകത്ത് തലമുറകളുടെ പഠനം, ഭാവി, അവരുടെ അടിമത്തങ്ങൾ, പല മേഖലകളിൽ നിന്ന് വിടുവിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിനകത്തുണ്ട്. പക്ഷെ മഹത്വത്തിൻ്റെ തലം തുറന്നാൽ അവരുടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. അത് ക്രിയേറ്റീവ് മിറക്കിളുകളായി വെളിപ്പെടും. ഇന്നലെ നമ്മൾ തോമസ് ബാബുറിന്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അതുപോലെ പ്രിയ സിന്ധുദാസിന്റെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഗ്രേസി ടീച്ചർ സുഖമില്ലാതെ ആശുപത്രി കിടക്കുന്നു, പ്രാർത്ഥന ആവശ്യപ്പെട്ടിരുന്നു. ഇങ്ങനെ പലരും നില പ്രാർത്ഥന ആവശ്യപ്പെട്ടിരുന്നു. ഈ പ്രാർത്ഥനകളുടെ എല്ലാം മറുപടികൾ, പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. പക്ഷെ ഗ്ലോറി റിലം ഓപ്പൺ ആയി കഴിഞ്ഞാൽ വാക്കുകളിലാണ് സൃഷ്ടിക്കപ്പെടുന്ന ദൈവശക്തി തുറക്കുന്നത്. 1-2 മിനിറ്റുകൾ കൂടെ മുമ്പിൽ അവശേഷിക്കുന്നു. എല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്ത് 1 മിനിറ്റ് വരെ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മേൽ ഇത് തുറന്ന് ജനത്തെ അനുഗ്രഹിക്കണം. അവിടെ ഗ്ലോറി റിലം ഓപ്പണായി വരും. എന്നിട്ട് വാക്യത്തെ ദൈവാത്മ നൽകുന്ന അധികാരം ഉപയോഗിച്ച് 1 മിനിറ്റ് കൂടെ പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ പ്രാർത്ഥന അവസാനിപ്പിക്കാം. എല്ലാ മൈക്ക് മ്യൂട്ട് ചെയ്താണ് 1 മിനിറ്റ് വരെ പ്രാർത്ഥിച്ച്, എല്ലാ മൈക്ക് മ്യൂട്ട് ചെയ്ത് 1 മിനിറ്റ് വരെ പ്രാർത്ഥിച്ച് കരങ്ങൾ ഉയർത്തി ഈ ജനത്തെ അനുഗ്രഹിച്ചു. നമ്മൾ പ്രായശ്ചിത്തം നടത്തിയവൻ, ബ്ലെസ്സിങ്ങിന്റെ വെളിപ്പാടുള്ളവൻ, യേശുക്രിസ്തുവിന്റെ കാൽവറി യാഗത്തിന്റെ വെളിപ്പാടകത്ത് വന്നവൻ, അവൻ കരമുയർത്തി അനുഗ്രഹിക്കുമ്പോൾ തുറന്നു വരുന്ന തേജസ്സുണ്ട്. ആ തേജസ് ജനത്തിന് അനുഗ്രഹമാണ്. ആ തേജസ് കുടുംബങ്ങൾക്ക് അനുഗ്രഹമാണ്. നിന്റെ വാഹനത്തിൽ, നിന്റെ യാത്രയിൽ, നിന്റെ കുടുംബത്തിന് മേലെ അനുഗ്രഹം ഓപ്പണായി വരും. ക്രിയേറ്റീവ് മിറക്കിളുകൾ തുറന്നു വരും. സംഭവിക്കട്ടെ. ദൈവിക പ്രൊവിഷനുകൾ തുറക്കട്ടെ. ദൈവിക വിടുതലുകൾ സംഭവിക്കട്ടെ. ദൈവിക പ്രൊട്ടക്ഷൻ വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ മഹത്വം തുറന്നു വരട്ടെ. ഇന്ന് രാവിലെ ഞങ്ങൾ ഈ കുടുംബങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ പ്രയാസമുള്ളതാണ്, പക്ഷെ അങ്ങ് പ്രവർത്തിപ്പാൻ വിശ്വസ്തനാണ്. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ. അപ്പ രോഗികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ആശുപത്രിയിൽ കിടക്കുന്നവർ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. ലിൻസിക്കായി പ്രാർത്ഥിക്കുന്നു, ഗ്രേസി ടീച്ചർക്കായി പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവരെ പ്രത്യേകം ഞങ്ങൾ രാവിലെ ഇപ്പോൾ ദൈവകരങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഒരു വാക്ക് നിങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവസാന്നിധ്യത്തിൽ തന്നെ അധിക സമയം തുടരുക. മോശയും അഹ്രോനും സമാഗമന കൂടാരത്തിൽ കടന്ന് അവരെ ജനത്തെ അനുഗ്രഹിക്കാനായി പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും കാണുക മഹത്വം പ്രത്യക്ഷമായി. പുരോഹിതന്മാരുടെ ശുശ്രൂഷ നിങ്ങൾ പഠിക്കുമ്പോൾ 7 ദിവസം മുഴുവനും ദൈവത്തോടൊപ്പം അവർ വാതിലടച്ചിരിക്കുന്ന പശ്ചാത്തലമുണ്ട്. ദൈവസാന്നിധ്യത്തിൽ മാത്രം ഇരിക്കുന്നവർ വന്ന് മഹത്വത്തിൻ്റെ തലത്തിൻ്റെ ആഴങ്ങൾ അനുഭവിച്ച് പുറത്തു വന്ന് 1 മിനിറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ആ മഹത്വത്തിൻ്റെ തലം റിലീസാവുകയാണ്. പുറമേയുള്ള 1 മിനിറ്റ് നേരത്തെ ശുശ്രൂഷ അകമയുള്ള മണിക്കൂറുകളുടെ പ്രാർത്ഥനകളുടെ മറുപടിയാണ് കേട്ടോ. അപ്പോൾ കുറേ ഇരുന്ന് ഈ വല്ലാതെ യാചിക്കായ്ക കൊണ്ട് കാര്യങ്ങൾ നടക്കുമെന്നുള്ള ചിന്തയിൽ കണ്ടമാനമിരുന്ന് മോഹത്തിൽ പ്രാർത്ഥന നിർത്തി സാന്നിധ്യത്തിലിരിക്കുക, മഹത്വത്തിലിരിക്കുക, മറ്റെല്ലാ മേഖലയിലും വിട്ടിരിക്കുക. എന്നിട്ട് വിഷയങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് ഒരു വാക്ക് പറയുമ്പോൾ പ്രാർത്ഥനയിലല്ല, വാക്കുകൾ തുറക്കുന്ന ശക്തിയാൽ ദൈവപ്രവർത്തികൾ വെളിപ്പെട്ട് വരാൻ തുടങ്ങും. നിങ്ങളുടെ ഭവനങ്ങളിൽ ഇന്ന് രാവിലെ അത് തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 1 മണിക്കൂർ നേരം നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നല്ലോ.
അടുത്ത മിനിറ്റുകൾ നിങ്ങളുടെ ഭവനങ്ങളിലുള്ള വിഷയങ്ങളിലേക്ക് നോക്കി കൽപ്പിക്കുവാൻ, സംസാരിപ്പാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ. ഞാൻ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളെ ബ്ലസ് ചെയ്യുന്നു. ഇന്ന് ജോലിക്ക് പോകുന്നവരുണ്ട്, ബിസിനസ്സിൽ പോകുന്നവരുണ്ട്, പഠനത്തിൽ പോകുന്നവരുണ്ട്, പരീക്ഷയ്ക്ക് പഠിക്കുന്നവരുണ്ട്, രോഗികളായിരിക്കുന്നവരുണ്ട്, ഇപ്പോൾ യാത്ര ചെയ്യുന്നവരുണ്ട്, ഇനി യാത്ര ചെയ്യാനുള്ളവരുണ്ട്, ശുശ്രൂഷയിലായിരിക്കുന്നവരുണ്ട്, ശുശ്രൂഷയിൽ വളരാൻ കൊതിക്കുന്നവരുണ്ട്. പല പല അവസ്ഥകൾ, പല സാഹചര്യങ്ങൾ, എല്ലാ വാതിലും അടഞ്ഞിരിക്കുന്നവരുണ്ട്. എല്ലാവരെയും നോക്കി ഞാൻ ഇന്ന് രാവിലെ കരങ്ങൾ ഉയർത്തി ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. നിങ്ങൾ തമ്മിൽ അനുഗ്രഹിക്കണം കേട്ടോ. നിങ്ങൾ തമ്മിൽ അനുഗ്രഹിക്കണം കേട്ടോ. നിങ്ങൾ അനുഗ്രഹത്തിൻ്റെ ഉറവുകൾ തുറക്കാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. നിങ്ങൾ അനുഗ്രഹിക്കണം. നിങ്ങൾ അനുഗ്രഹമാണ്. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. ഞങ്ങൾ ഒരുമിച്ച് പല കുടുംബങ്ങളിൽ, പല ദേശങ്ങളിൽ, പല രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ രാവിലെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നല്ലോ കർത്താവേ. ഈ പ്രാർത്ഥനയുടെ മടുവിൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മടുവിൽ തുറന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ പണിയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഉറപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേലെ ആ തലങ്ങൾ തുറക്കണമേ. ഈ ജനത്തെ മുഴുവൻ ഞങ്ങൾ ഇന്ന് രാവിലെ അങ്ങയുടെ അടുക്കലേക്ക് കൊണ്ടുവരികയാണ്. എവിടെയാണോ മധ്യസ്ഥം നടക്കുന്നത് അവിടെയാണല്ലോ ബ്ലെസ്സിങ്ങിൻ്റെ റിലം തുറക്കുന്നത്. അവിടെയാണല്ലോ അഭിഷക്തന്മാർ ഒന്നായി ചേരുന്നത്. ഇത് മൂന്നും ഇന്ന് രാവിലെ മടക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ കാൽവരിയിൽ നടന്ന യാഗത്തിലും ഉടമ്പടി മരണത്തിലുമുള്ള വെളിപ്പാടിൽ ഇവർ പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിക്കട്ടെ. ഇവർ മറ്റുള്ളവരെ ബ്ലസ് ചെയ്യുന്നവരായി മാറട്ടെ. അഭിഷക്തന്മാർ ഇവനകത്ത് സംഗമിക്കട്ടെ കർത്താവേ. വാതിലുകൾ അടഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുവാനുള്ള മേഖലകളിൽ മുന്നേറുന്നവരായി ഇവർ മാറട്ടെ കർത്താവേ. തുറന്നു വന്ന് പ്രാർത്ഥിക്കാൻ അടച്ചിട്ട വാതിൽ തുറന്നു വന്ന് ജനത്തെ അനുഗ്രഹിക്കുമ്പോൾ ഇവർ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹമായി മാറട്ടെ. ഇന്ന് രാവിലെ ഇവർ എവിടെയൊക്കെ പോകുന്നു അവിടെയെല്ലാം അനുഗ്രഹങ്ങൾ റിലീസാകട്ടെ, സൗഖ്യങ്ങൾ റിലീസാകട്ടെ, വിടുതലുകൾ റിലീസാകട്ടെ. പ്രത്യാശയില്ലാത്തവരിലേക്ക് പ്രത്യാശ തുറക്കണമേ. ആശ നഷ്ടപ്പെട്ടവരെ അങ്ങ് പണിയണമേ. വിടുതലുകൾ ആവശ്യമുള്ളവർക്ക് വിടുതൽ കൊടുക്കണമേ. വഴികൾ തുറന്നു കൊടുക്കണമേ. ഈ കുടുംബങ്ങളെ മുഴുവൻ ഞങ്ങൾ ഇന്ന് രാവിലെ ആത്മാവിനാൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചെയ്തതിനായി സ്തോത്രം. മഹത്വം കുഞ്ഞാടിന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ താഴ്മയോടെ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. സ്വർഗീയ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സഹവാസവും കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥന വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ. ഷലോം. ഷലോം.